CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് ആരാണ്? ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരിതൊക്കെ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. അവർ നിസ്സഹായരാണ്, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം, അതായത് ഈ മാലിന്യം കെട്ടി ഓടയിൽ തള്ളരുത്, അങ്ങനെ മാലിന്യ കൂമ്പാരം ഉണ്ടാക്കരുത്, അതിലൊക്കെ ഒരു ഡിസിപ്ലിൻ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്നതിനപ്പുറത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, ഓടകൾ വൃത്തിയാക്കാത്തതിൻ്റെ കാര്യത്തിൽ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി നടപ്പാക്കാത്തതിൻ്റെ കാര്യത്തിലൊന്നും ജനങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ആരാണ് ഇതിനുള്ള യഥാർത്ഥ ഉത്തരവാദികൾ? ഇപ്പോൾ നഗരസഭകൾ പറയുന്നു അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന്, സർക്കാർ പറയുന്നു നഗരസഭകൾ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമായി അത് മാറുകയാണ്. താങ്കളുടെ നോട്ടത്തിൽ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ഒന്നാമത്, രോഗം വളരെ ഗുരുതരമാണ്. നേരത്തെ ഇപ്പൊ കാലാവസ്ഥാ വിദഗ്ധൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ, വളരെ ഗുരുതരമായ ഒരു രോഗമാണെങ്കിൽ ഒരു ആശുപത്രിയിൽ ചെന്നാൽ വിവിധ എക്സ്പെർട്ടുകൾ ആ രോഗിയെ പരിശോധിക്കാൻ കഴിയും. കാരണം ആ രോഗിക്ക് പല ആസ്പെക്ട്സ് ഉണ്ടാവും. ഇവിടെ വളരെ ഗുരുതരമായ ഒരു രോഗമാണ്, ഒരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആദ്യം അംഗീകരിക്കുക. ഇത് ഒരു ദിവസം മഴ പെയ്തുകൊണ്ടുണ്ടായതാണ്, ഇനി ഉണ്ടാവില്ല, ഇനി മഴ പെയ്യുമ്പോഴുണ്ടാവും, മഴ പെയ്യുന്നതുകൊണ്ടാണ് വെള്ളം പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു മേയർ, എനിക്ക് ചിരിയാ വരുന്നത്. യഥാർത്ഥത്തിൽ മേയർ എന്നുള്ള വ്യക്തിയല്ല ഇതിൽ പ്രശ്നം. ഇത് ഒരു കോർപ്പറേഷന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അർബൻ ഏരിയയിൽ എങ്ങനെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക്, അതിന്റെ പാറ്റേൺ എന്താണ്, അതിന്റെ ടോപ്പോഗ്രഫി, അതിന്റെ ഉയർച്ച താഴ്ചകൾ എവിടെയാണ്, എവിടേക്കാണ് വെള്ളം പോകേണ്ടത് എന്ന കാര്യം വളരെ കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കാൻ ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റിക്ക് കഴിയണം. നമുക്കിപ്പോ GCDAയുടെ കീഴിലാണ്. ഞാൻ GCDA എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ്. ഈ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും ഒക്കെ GCDAയുടെ കീഴിലാണ്. GCDA മുൻകൈ എടുക്കട്ടെ. GCDA അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നേരത്തെ പറഞ്ഞ വിവിധ ഏജൻസികളുണ്ട്. അതിൽ കൊച്ചി യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളുണ്ട്, വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവരുണ്ട്, നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡൈനമിക് പ്ലാൻ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഡൈനമിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കാൻ, അതിനാലോചിക്കൊന്നും വേണ്ട, ആലോചിക്കാതെ പ്രതികരിക്കാൻ കഴിയുന്ന മോഡൽസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ട്, ലോകത്ത് പല സ്ഥലത്തും ഉണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞു, അതിന്റെ വിദഗ്ധ സമിതി, ആ വിദഗ്ധർ കൂടി ഇരുന്ന് ആലോചിക്കണം. ഇത്ര മഴ പെയ്താൽ, ഇപ്പൊ കളമശ്ശേരിയിൽ, കൊച്ചി നഗരസഭയല്ല, കളമശ്ശേരിയിൽ ഇത്ര മഴ പെയ്താൽ എത്ര വെള്ളം കൊച്ചി ഭാഗത്തേക്ക് വരും, എത്ര കളമശ്ശേരിക്ക് ഒഴുകും, എത്ര പെരിയാറിലേക്ക് പോകും, ഇത് നമുക്ക് ഏതിലെ വഴിയെ പോകും എന്നൊരു മാപ്പ് വേണ്ടേ നമ്മുടെ കയ്യിൽ. ആ മാപ്പ് വെച്ച്, അതാണ് ഞാൻ പറഞ്ഞ ഫ്ലഡ് മാപ്പ് എന്ന്, അല്ലെങ്കിൽ വാട്ടർ മാപ്പ്, എന്തായാലും അതുപോലും നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ടാക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ, ഈ പറഞ്ഞ വിവിധ ഏജൻസികൾ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അടക്കം, പോർട്ട്, ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ വിവിധ ഏജൻസീസ് ഉണ്ട്. പോർട്ട്, കൊച്ചി പോർട്ടിൽ നിർണായകമായ ഒരു പങ്കാണ്. നമ്മുടെ അതുപോലെ സമുദ്രശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രങ്ങൾ പലതും. കാരണം ഇവിടുത്തെ വെള്ളം ഒഴുക്ക് കായലും കടലും വേലിയേറ്റവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയം വെള്ളമൊഴുകുന്ന വഴി, അപ്പോ നമ്മൾ കണ്ടത് എന്താ, അങ്ങനെ വരികയാണെങ്കിൽ, ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ, കൊച്ചിയുടെ പല ഭാഗത്ത്, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, പല ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട പമ്പുകൾ നമ്മൾ സ്ഥാപിക്കുന്നില്ല. അങ്ങനെ പമ്പുകൾ സ്ഥാപിച്ചാൽ നമുക്കറിയാം, കൊച്ചി യൂണിവേഴ്സിറ്റി പറയുന്നു ഇന്ന സമയത്ത് കളമശ്ശേരി ഇത്ര മഴ പെയ്യും. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എത്ര ഹോഴ്സ് പവറിന്റെ പമ്പ്, ആ പമ്പ് എവിടേക്ക് ഡെലിവറി ചെയ്യണം എന്ന് അറിയുന്ന തരത്തിലുള്ള ഒരു ഡൈനമിക് സംവിധാനം വേണം. ആ നേരത്ത് നമ്മൾ പെട്ടി പറയാൻ അന്വേഷിച്ച് നടക്കുകയോ, ഇവിടെ എത്ര സംവിധാനങ്ങൾ വർക്ക് ചെയ്യാതെ കിടക്കുന്നു ഗവേഷണം. കൊച്ചിയിലുള്ള സംവിധാനങ്ങൾ പലതും വർക്ക് ചെയ്യുന്നില്ല. 4-5 വർഷമായി ഞാൻ നേരത്തെ പറഞ്ഞ കനാൽ മുതൽ അതിലുള്ള പെട്ടിപ്പുറ സംവിധാനം, ഇപ്പം മാലിന്യമിടുന്നത് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാം. മാലിന്യമിടുന്നത് മാത്രമല്ല, അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് വളരെ 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 പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് വെള്ളം കയറുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വീട് നിർമ്മിച്ചതിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അതിന്റെ ചുറ്റുപാടുള്ള നിർമ്മാണങ്ങൾ എന്തെങ്കിലും തകരാറുണ്ട്. ഇപ്പോ മെട്രോ നിർത്തിവെക്കണം എന്ന് പറഞ്ഞു വരുന്നു. ഇപ്പൊ ദേശീയപാതയുടെ കണക്കെടുക്കൂ. എറണാകുളം ജില്ലയിൽ തന്നെ മൂത്തകുന്നം മുതൽ എടപ്പള്ളി വരെയുള്ള ദേശീയപാതയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് പോയാൽ അരൂർ മുതൽ തെക്കോട്ടുള്ള ദേശീയപാതയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അതുപോലെ വടക്ക് നമുക്ക് ഇന്ന് പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ പലയിടങ്ങളിൽ ഈ ദേശീയപാത നിർമ്മാണം നമുക്കൊരു കണക്കൂലേ, നമ്മളെ കെട്ടിപ്പോക്കും. മഴ പെയ്യും നമുക്ക് അറിഞ്ഞൂടെ, മഴ പെയ്താൽ ഈ വെള്ളം മുഴുവൻ എങ്ങോട്ട് പോകണം എന്നുള്ളതിന് ഒരു കണക്കൂല. നമ്മുടെ ഒരു നിർമ്മാണ പദ്ധതിയിലും നിർമ്മാണ സമയത്തോ
നിർമ്മാണത്തിന് ശേഷം നമ്മൾ ഈ കേരളിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനം പറഞ്ഞതാണ്, നിങ്ങൾ 300 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിന് നെടുകെ ഒരു വലിയ മതിൽ കെട്ടിയാൽ വെള്ളം എങ്ങോട്ട് പോകും? ഇപ്പൊ അത്രയൊന്നും കെട്ടിയിട്ടില്ല. ദേശീയപാതയ്ക്ക് ചില സ്ഥലങ്ങളിൽ ഹൈറ്റ് ഉണ്ടാക്കി മതിൽ പോലെ കെട്ടിയിട്ടുണ്ട്, നടുക്ക് വർക്കുകളൊക്കെ. അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ, ഈ പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇനി നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞു. ഈ ഭാഗ്യം ഇവിടെ ഉണ്ടായത്, നമ്മുടെ വീട്ടിലെ വെള്ളം കയറിയുള്ളൂ. ഇത് കിഴക്കൻ മേഖലയിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഉരുൾപൊട്ടലാണ്, നമ്മൾ കണ്ടതാണ്. നമ്മൾ നിരവധി ഉരുൾപൊട്ടലുകൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ്, നമ്മുടെ ഡാം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, നമ്മൾ 2018 കണ്ടതാണ്. ഡാം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. നമ്മുടെ റെഗുലേറ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കണം, അതുപോലെ ഇപ്പൊ മാലിന്യം സംബന്ധിച്ച് നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്. ഈ മാലിന്യമൊക്കെ എങ്ങോട്ട് പോകും? ഇത് ഇങ്ങനെ ഡൈനമിക്കായി പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം കൊച്ചിക്ക് നല്ല കേരളത്തിന് മൊത്തം ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് ഇത് മുൻകൈ എടുക്കട്ടെ. ഈ പറഞ്ഞ ഏജൻസികളെ മുഴുവൻ വിളിച്ചിരുത്തട്ടെ. കേരളത്തിൽ എന്താ ഇപ്പൊ നമ്മുടെ നിയമസഭ, ഒന്നും വേണ്ട ഗോപീഷ്ണ, നമ്മുടെ നിയമസഭ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഉണ്ട് 2018 ശേഷം. അതിലേതെങ്കിലും ഒരു നിർദ്ദേശം നടപ്പാക്കി? നിയമസഭ നമ്മുടെ പരമാധികാരമാണല്ലോ. ഒരു നിർദ്ദേശം പോലും കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. നമ്മൾ വർത്തമാനം അങ്ങനെ പറയുന്നുള്ളൂ. വെള്ളം ഒഴുകി പോകാനുള്ള വഴിയെ കുറിച്ച്, ജലപാതയിൽ ഒരിടത്തും ഒരു ബ്ലോക്കും ഉണ്ടാകാൻ പാടില്ല, നദീതടങ്ങളിൽ തോടുകളിൽ ഒന്നും പാടില്ല എന്ന് നിയമസഭയുടെ സമിതി വലിയ വിദഗ്ധമായി പഠിച്ചു ഇറക്കിയതാണ്. അതുപോലെ മുഖ്യമന്ത്രി നെതർലാൻഡിൽ നിന്ന്, അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു എക്സിക്യൂട്ടിംഗ് ഏജൻസി വേണം. ആരാണ് ഇപ്പോ PWD ചോദിച്ചാൽ അവർക്കറിയില്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ അവർക്കറിയില്ല, പോർട്ട് ചോദിച്ചാൽ അവർക്കറിയില്ല, നഗരസഭയ്ക്ക് അറിയില്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് അറിയില്ല. പിന്നെ ആരോടാ നമ്മൾ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുക? എത്ര വെള്ളം അവിടെ പോകും? ഇപ്പൊ മഴ പെയ്താൽ എത്ര വെള്ളം പോകും? വീട്ടിൽ വെള്ളം വന്നാൽ നമുക്കറിയാം വെള്ളം വന്നു. അതിനു മുമ്പ് ഒരു മുന്നറിയിപ്പും ഒരാൾക്ക് കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് അത് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. അത് ഉണ്ടായേ പറ്റൂ. അത് ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളിൽ ഇപ്പോൾ ഒന്നെങ്കിൽ അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ സർക്കാർ മുൻകൈ എടുത്തെടുക്കണം, അതല്ലെങ്കിൽ പിന്നീട് ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ രോഷവും പ്രതിഷേധവും ഒക്കെയായി ഉയർന്നു വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. കാരണം കേരളത്തിന്റെ ഭാവിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന, കാലാവസ്ഥ സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധി അത്ര ഗുരുതരവും ആഴമുള്ളതുമായിരിക്കും എന്നൊക്കെയാണ് വിവരങ്ങൾ വരുന്നത്. ഏതായാലും ശ്രീ CR നീലകണ്ഠൻ, ഞാൻ താങ്കളിലേക്ക് വരാം.